നമസ്കാരം സുഹൃത്തുക്കളെ, 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 39 പരീക്ഷയാണ്. കുറച്ചധികം ടോപ്പിക്സ് പഠിക്കാനുണ്ടായിരുന്നതുകൊണ്ട് 2 ദിവസമായിട്ടാണ് ഞാൻ ഈ ഡേ 39 സ്പ്ലിറ്റ് ചെയ്ത് തന്നത്. അതായത് ഇന്നലെയും ഇന്നും സെയിം ടോപ്പിക്സ് തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പഠിച്ച് സെറ്റായി എന്ന് വിചാരിക്കുവാണ്. പഠിച്ചാൽ മാത്രം പോരല്ലോ, പരീക്ഷ എഴുതി നോക്കണ്ടേ, എന്നാലല്ലേ എത്രത്തോളം നമുക്ക് മനസ്സിലായി അല്ലെങ്കിൽ നമ്മുടെ തലയിലേക്ക് കയറി എന്നൊക്കെ വിലയിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും പരീക്ഷ എഴുതി നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവണേ. തുടങ്ങാം. ടെൻത്ത് മെയിൻസ് ഡേ 39 എക്സാം. ആദ്യത്തെ ചോദ്യം, കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ, ആലപ്പുഴ, തൃശൂർ, കൊല്ലം. ഉത്തരം എഴുതിക്കോളൂ. രണ്ട്, ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തേത്, കേരളത്തിൽ വ്യാപാര വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് കൈറ്റ്. രണ്ട്, മലബാർ സിമന്റ്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് വാളയാറാണ്. 3, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 4, കയർഫെഡിന്റെ ആസ്ഥാനം ആലപ്പുഴയാണ്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 3, ആദ്യ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ആദ്യ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ഔദ്യോഗിക അംഗങ്ങൾ ധനമന്ത്രി, ചീഫ് സെക്രട്ടറി, ആസൂത്രണ വകുപ്പ് സെക്രട്ടറി എന്നിവരായിരുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ചെയർമാൻ EMS നമ്പൂതിരിപ്പാടായിരുന്നു. മൂന്നാമത്തേത്, മെമ്പർ സെക്രട്ടറി വിശ്വനാഥ സിൻഹയായിരുന്നു. ഈ 3 പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്ന് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. നാലാമത്തെ ചോദ്യം, കിൻഫ്രയുടെ പൂർണ്ണരൂപം. ഓപ്ഷൻ നോക്കുക. കേരള ഇൻഡസ്ട്രിയൽ ഇൻക്യുബേറ്റഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ലിമിറ്റഡ്, കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. 5, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കൽ, മെഗാ മറൈൻ ഫുഡ് പാർക്ക് വിഴിഞ്ഞം, മെഗാ ഫുഡ് പാർക്ക് എലപ്പള്ളി, കിൻഫ്ര തിരുവനന്തപുരം. 6, നെൽകൃഷിയുടെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഏത്? പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്. 7, ഏറ്റവും കൂടുതൽ കശുവണ്ടി വ്യവസായ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂർ, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്. 8, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ രൂപീകരിച്ച വർഷം? 2000, 2002, 2004, 2005. 9, കേരളത്തിൽ ഒരു സംരംഭം ആരംഭിക്കുന്നതിനും അതിന്റെ നടത്തിപ്പിനുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും ഏജൻസികളിൽ നിന്നുമുള്ള നടപടികൾ സുഗമമാക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള ഓൺലൈൻ ക്ലിയറൻസ് സംവിധാനത്തിന് പറയുന്ന പേരെന്താ? K-SWIFT, KSIDC, MSME, KBIP. 10, കേരള സംസ്ഥാന ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? അങ്കമാലി, മുണ്ടക്കൽ, കൊച്ചി, കണ്ണൂർ. 11, കോൺവെക്സ് ദർപ്പണത്തിന്റെ ഉപയോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ആദ്യത്തേത്
റിയർ വ്യൂ മിററായി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നു. രണ്ടാമത്തേത് സ്ട്രീറ്റ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്നു. മൂന്നാമത്തേത് ENT ഡോക്ടർമാരുടെ ഹെഡ് മിററായി ഉപയോഗിക്കുന്നു. ഉൾപ്പെടാത്തതാണ് ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതുക. 12. ഒരു മരപ്പലകയിൽ പ്രതിബിംബം കാണാൻ സാധിക്കില്ല, എന്നാൽ അതിനെ മിനുസപ്പെടുത്തി പോളിഷ് ചെയ്തു വെച്ചാൽ പ്രതിബിംബം കാണാം. കാരണം വ്യക്തമാക്കുക. ആദ്യത്തേത് ആവർധനം 0 രണ്ടാമത്തേത് വിസരിത പ്രതിപതനം മിനുസപ്പെടുത്തിയാൽ ക്രമമായ പ്രതിപതനം ലഭിക്കുന്നതിനാൽ. മൂന്നാമത്തേത് ക്രമമായ പ്രതിപതനം വിസരിത പ്രതിപതനം ആകുന്നതിനാൽ. നാലാമത്തേത് ഇവയൊന്നുമല്ല. 13ാമത്തെ ചോദ്യം. സഹജം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ആർജിതം, പരജിതം, ആജിതം, പരാർജിതം. 14. ശ്ലാഘ എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. പ്രശംസ, നിന്ദ, അഭിമാനം, അഹങ്കാരം. 15. അണിയം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? അനഘം, അമരം, മണിയം, അന്യോന്യം. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു 15 ചോദ്യങ്ങൾ. ഇനി ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം. കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ്, ആലപ്പുഴ ജില്ലയിലാണ്. ഈ ചോദ്യം 2021 LDC മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം ഏത് ജില്ലയിലാ? ആലപ്പുഴ. അടുത്ത ചോദ്യം. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. കേരളത്തിൽ വ്യാപാര വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന സന്നദ്ധ സംഘടനയാണ് KCCI. KCCI ആണ്. KCCIയുടെ പൂർണ്ണരൂപം എന്തുവാ? കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അതാണ് കേരളത്തിൽ വ്യാപാര വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന സന്നദ്ധ സംഘടന. KCCIയുടെ ആസ്ഥാനം എവിടെയാ? കൊച്ചിയിലാണ് KCCIയുടെ ആസ്ഥാനം. ആദ്യ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ 1ഉം 2ഉം മാത്രം, അതാണ് ഉത്തരം. മെമ്പർ സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ഇപ്പോഴത്തെ നിലവിലെ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ മെമ്പർ സെക്രട്ടറിയാണ് വിശ്വനാഥ് സിൻഹ IAS. ഓക്കെ, അന്നത്തെ ഈ ആദ്യ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡയറക്ടർ ആയിരുന്നേ. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് എന്ത് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം. കിൻഫ്രയുടെ പൂർണ്ണരൂപം. കിൻഫ്രയുടെ പൂർണ്ണരൂപം ഓപ്ഷൻ സി ആണ്. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അതാണ് കിൻഫ്ര. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. 5. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി. തെറ്റായ ജോഡി ബി ആണ്. മെഗാ മറൈൻ ഫുഡ് പാർക്ക് എവിടെയാ? ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചേർത്തല. 6. നെൽകൃഷിയുടെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഏത്? നെൽകൃഷിയുടെ ഉൽപാദനത്തിലാണെങ്കിൽ പാലക്കാട് ജില്ലയാണ് 1ാം സ്ഥാനം. പാലക്കാട്. D. 7. ഏറ്റവും കൂടുതൽ കശുവണ്ടി വ്യവസായ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വ്യവസായ യൂണിറ്റുകൾ ആണെങ്കിൽ കൊല്ലം ജില്ലയിലാണ്. കശുവണ്ടി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലുമാണ്. 8. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ രൂപീകരിച്ച വർഷം. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ രൂപീകരിച്ചത് 2005 2005 ഓപ്ഷൻ ഡി. 9. കേരളത്തിൽ ഒരു സംരംഭം ആരംഭിക്കുന്നതിനും അതിന്റെ നടത്തിപ്പിനുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും ഏജൻസികളിൽ നിന്നുമുള്ള നടപടികൾ സുഗമമാക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള ഓൺലൈൻ ക്ലിയറൻസ് സംവിധാനത്തിന്റെ പേരാണ് KSWIFT. KSWIFTന്റെ പൂർണ്ണരൂപം എന്താ? കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ്. അതാണ് KSWIFTന്റെ പൂർണ്ണരൂപം. കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ്. അടുത്ത ചോദ്യം. 10. കേരള സംസ്ഥാന ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്?
അങ്കമാലിയിലാണ് കേരള സംസ്ഥാന ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം. 11. കോൺവെക്സ് ദർപ്പണത്തിന്റെ ഉപയോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തത് മൂന്നാമത്തെയാണ്. ENT ഡോക്ടർമാരുടെ ഹെഡ് മിററായി ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺകേവ് മിറർ ആണ്. 1ഉം 2ഉം കറക്റ്റാ. റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നതും കോൺവെക്സ്, സ്ട്രീറ്റ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്നതും കോൺവെക്സ് ആണ്. അപ്പോൾ ഉൾപ്പെടാത്തതല്ലേ? 3 മാത്രം എന്നുള്ളതാണ് ഓപ്ഷൻ സി. 12. ഒരു മരപ്പലകയിൽ പ്രതിബിംബം കാണാൻ സാധിക്കില്ല, എന്നാൽ അതിനെ മിനുസപ്പെടുത്തി പോളിഷ് ചെയ്ത് വെച്ചാൽ പ്രതിബിംബം കാണാം. അതിനുള്ള കാരണം വ്യക്തമാക്കുക. ബി ആണ്. വിസരിത പ്രതിപതനമാണ് ഈ മരപ്പലകയിൽ നടക്കുന്നത്. അതിനെ മിനുസപ്പെടുത്തിയാൽ അത് ക്രമമായ പ്രതിപതനം ആയിട്ട് മാറും. ക്രമമായ പ്രതിപതനം ലഭിച്ചാൽ മാത്രമേ എന്ത് കാണാൻ പറ്റത്തുള്ളൂ എന്ന് പഠിച്ചു? പ്രതിബിംബം അല്ലെങ്കിൽ ഇമേജ് കാണാൻ പറ്റത്തുള്ളൂ എന്ന് പഠിച്ചു. 13. സഹജം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ആർജിതമാണ്. സഹജം എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളത്, ആർജിതം നമ്മൾ നേടിയെടുക്കുന്നത്. അപ്പൊ സഹജത്തിന്റെ ഓപ്പോസിറ്റ് എന്തുവാണ്? ആർജിതം. ഓപ്ഷൻ എ. 14. ശ്ലാഘ എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ശ്ലാഘ എന്ന് വെച്ചാൽ നിന്ദ. ഇത് 1-2 വട്ടം PSC ചോദിച്ചിട്ടുണ്ട്. ശ്ലാഘിക്കുക, നിന്ദിക്കുക, ശ്ലാഘ്യം, നിന്ദ്യം എന്നൊക്കെ പറഞ്ഞ് 1-2 വട്ടം ചോദിച്ചിട്ടുണ്ട്. 15. അണിയം എന്ന പദത്തിന്റെ വിപരീത പദം എന്ത്? അണിയത്തിന്റെ ഓപ്പോസിറ്റ് ആണ് അമരം. ബി ആണ് ഉത്തരം, അമരം. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു 15 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ പറഞ്ഞ ഈ ഭാഗം ഇല്ലേ, നമ്മുടെ ഈ വാണിജ്യ നയങ്ങളൊക്കെ ഇല്ലേ, കുറച്ച് ബുദ്ധിമുട്ടാണ്. റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് റിവൈസ് ചെയ്താൽ മാത്രമേ മനസ്സിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക. കുറച്ച് ടഫായിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കുക. ടഫായിട്ടുള്ള ആൾക്കാർക്ക്, കുറച്ച് പേർക്കൊക്കെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റി കാണും. 2 ദിവസം തന്നില്ലേ? ഓക്കെ, ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാം ചാനലിലാണ് എല്ലാ അപ്ഡേറ്റുകളും, അതുപോലെ നമ്മുടെ ഈ 10th മെയിൻസിന്റെ 100 days ടൈം ടേബിളിന്റെ സ്റ്റഡി മെറ്റീരിയൽസും ഗൈഡൻസും എല്ലാം അവിടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനലിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ജോയിൻ ചെയ്തേക്കാം. ഫസ്റ്റ് കമന്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.